പ്രൈസ് ദി ലോർഡ്. കർത്താവായ ദൈവം നമ്മൾക്ക് ഓരോരുത്തർക്കും നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? ഒരുപക്ഷെ നമ്മൾ പറയും നമ്മുടെ ജീവിതത്തിൽ എനിക്ക് നല്ലൊരു പഠിപ്പ് കിട്ടി, ഇല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലൊരു ഭവനം പണിയാനായിട്ട് സാധിച്ചു, ഇല്ലെങ്കിൽ എനിക്ക് നല്ലൊരു കുടുംബം കിട്ടി. എന്നാൽ ഇതിനേക്കാളും ഒക്കെ ഉപരിയായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയൊരു പദവിയാണ്. ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക്, ദൈവനാമം സ്വീകരിച്ചവർക്ക് ദൈവം കൊടുത്തിട്ടുള്ള വലിയൊരു പദവിയാണ് ദൈവം മകൻ, ദൈവ മകൾ എന്ന് പറയുന്ന പദവി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ഒരു റോട്ടിലേക്ക് കൂടി പോകുമ്പോഴേക്കും വളരെ കുടിച്ച് മദ്യപിച്ച് വളരെ മോശമായിട്ടുള്ളൊരു സ്ഥിതി കിടക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ മോനെ മോളെ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കാനായിട്ടുള്ള ആ ഒരു മനസ്സിലെ പലപ്പോഴും നമുക്ക് ഉണ്ടാവാറുണ്ടോ? ഇല്ല. എന്നാൽ പാപത്തിൻ്റെ ആ ഒരു കുഴിയിൽ കിടന്ന നമ്മളെ യേശുവിനെ വിശ്വസിച്ച് നോക്കുമ്പോഴേക്കും യേശു നമ്മളെ വിളിക്കുന്ന പേരാണ് ദൈവ മകൻ, ദൈവ മകൾ എന്ന പേര്. അതിനേക്കാളും വലിയൊരു അംഗീകാരം നമുക്കിനി കിട്ടാനായിട്ടില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് ഈ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് മുമ്പിലേക്ക് പോകാം. നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നതാണ് ദൈവമകൻ, ദൈവമകൾ എന്ന്. രണ്ട് ക്രൈറ്റീരിയാസ് മാത്രമാണ് കർത്താവ് പറയുന്നത്. ഒന്നാമത്തത് യോഹന്നാന്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിലാണ് അങ്ങനെ പറയുന്നത്. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തന്നെ വിശ്വസിക്കുന്നവർക്കെല്ലാം അവൻ ദൈവമക്കളാവാനായിട്ട് കഴിവ് നൽകി. 1 യോഹന്നാൻ 3-ന്റെ 1-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, കണ്ടാലോ എത്ര വലിയ കരുണയാണ് ദൈവം നമ്മുടെ മേൽ ചൊരിഞ്ഞത്, നമ്മളെ ദൈവ മക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ദൈവം മകൾ, ദൈവം മകൻ എന്ന് നമ്മൾ വിളിക്കപ്പെടുന്നതെന്ന് പറയുന്നത്. നമ്മളുടെ കഴിഞ്ഞകാല ജീവിതമല്ല, ഇപ്പോൾ നമ്മൾ കർത്താവിനെ വിശ്വസിക്കാനായിട്ട് തയ്യാറാണെങ്കിൽ, അവൻ്റെ നാമം അനുസരിച്ച് ജീവിക്കാനായിട്ട് നമ്മൾ തയ്യാറാണെങ്കിൽ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടും. അവൻ നമ്മളെ വിളിക്കുന്ന പേരാണ് ദൈവ മകൻ, ദൈവ മകൾ എന്ന്. അപ്പോൾ ഈ ഒരു ബോധ്യത്തോടു കൂടി നമുക്കായിരിക്കാം ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകളാണെന്നുള്ള ബോധ്യത്തോടു കൂടി മറ്റുള്ളവർക്ക് ദൈവത്തിനെ സാക്ഷ്യം വഹിക്കുന്ന ഒരു ജീവിതം ജീവിച്ചുകൊണ്ട് നമുക്കായിരിക്കാനായിട്ട് ഇന്നത്തെ ദിവസം നമുക്ക് ശ്രമിക്കാം. കർത്താവിൻ്റെ ആ ഒരു സൗരഭ്യം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.